പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയായ ഹോട്ട് മിൽക്ക് മാർബിൾ കേക്കിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അടിപൊളി ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാനായിട്ട്. ഉണ്ടാക്കാൻ ഒരു പാടുമില്ല, വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ഒരു മാർബിൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1.5 കപ്പ് അളവിൽ മൈദ ഒന്ന് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് സോഡ നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. 3 തവണ അരിച്ചെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇനിയും 1 കപ്പ് അളവിൽ കോക്കോ പൗഡറും കൂടെ അരിച്ചെടുത്ത് മാറ്റി വെക്കാം. ഞാനിത് 20 ml കപ്പിൽ 1 കപ്പ് അളവിലാട്ടോ കോക്കോ പൗഡർ എടുത്തേക്കുന്നത്. നമ്മൾ കേക്കിലേക്ക് ഡയറക്റ്റ് കോക്കോ പൗഡർ ചേർത്ത് കൊടുക്കരുത്. ഇതുപോലെ നന്നായിട്ട് അരിച്ച് അതിൻ്റെ ഉള്ളിൽ ആ ഒരു കട്ടകളൊക്കെ മാറ്റിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 3 കോഴിമുട്ടയുടെ വെള്ള എടുത്തിട്ടുണ്ട്. നമ്മൾ മഞ്ഞക്കുരു മാറ്റി വെള്ള മാത്രമാട്ടോ ഇപ്പോൾ എടുത്തേക്കുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ 1 ടേബിൾ സ്പൂൺ അളവിൽ വാനില എസൻസും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് ബീറ്റായി വന്ന് കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് അളവിലാട്ടോ പഞ്ചസാര പൊടിച്ച് എടുത്തേക്കുന്നത്. അത് നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മുട്ടയുടെ വെള്ള മാത്രം ആദ്യം ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ ആകുമ്പം നമ്മുടെ കേക്ക് നല്ല സ്പോഞ്ചി ആവും. ആ ഒരു മുട്ടയുടെ ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവത്തില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മുട്ടയുടെ ആ ഒരു മഞ്ഞക്കുരുവും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഏത് കേക്ക് ഉണ്ടാക്കാനാണെങ്കിലും മുട്ട ഇതുപോലെ ബീറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ബീറ്ററൊന്നും ഇല്ലെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട. നമുക്ക് മിക്സിയിലാണെങ്കിലും ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ അരിച്ചെടുത്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലേക്ക് ബാച്ചസ് ആയിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു സ്പാച്ചില വെച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. നമ്മൾ കുറേശ്ശെയായിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഒന്നുകൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് കട്ട കെട്ടിപ്പോകും. ഇതുപോലെ ഫോൾഡ് ചെയ്ത് എടുത്താൽ മതി. ഇനി നമ്മുടെ കേക്കിലേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഹോട്ട് മിൽക്ക് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് 20 ml കപ്പിൽ 1 കപ്പ് അളവിൽ പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയും അതിലേക്ക് 10 ഗ്രാം അളവിൽ ബട്ടർ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ആ ഒരു ബട്ടർ ഒന്ന് മെൽറ്റായി കിട്ടുന്നത് വരെ. നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വെജിറ്റബിൾ ഓയിലാണെങ്കിലും ചേർത്ത് കൊടുത്ത് ഇതുപോലെ മിക്സ് ആക്കി എടുത്താൽ മതി. എന്താ നമ്മുടെ ഹോട്ട് മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇതുപോലെ തന്നെ ഇവിടെ ഇരിക്കട്ടെ. ചെറു ചൂടോടെ വേണം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഫ്ലോറും കൂടെ ഇതുപോലെ ബാച്ചസായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഹോട്ട് മിൽക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പം ചൂടോടുകൂടി തന്നെ വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇതുപോലെ ഫോൾഡാക്കി എടുക്കാം. നമ്മൾ ഫ്ലോർ ചേർത്ത് കൊടുത്ത് പിന്നെ നമ്മൾ ഹോട്ട് മിൽക്കും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേണം ഇതുപോലെ ഫോൾഡാക്കി എടുക്കാനായിട്ട്. ഹോട്ട് മിൽക്ക് റെഡിയാക്കുന്ന സമയത്ത് കുറച്ചും കൂടെയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്താലും മതി. ഇതാ നമ്മുടെ ബാറ്റർ ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരിച്ചു മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു കൊക്കോ പൗഡറിലേക്ക് കുറച്ച് പാലൊഴിച്ചൊന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇതിലേക്ക് പാൽ ചേർക്കുമ്പം ചെറു ചൂടായിട്ടുള്ള പാൽ തന്നെ വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കേക്കിൻ്റെ ബാറ്ററും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. ഞാൻ ഒരു 4 ടേബിൾ സ്പൂൺ അളവിലാട്ടോ ആ ഒരു കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് ഈ ഒരു പരുവത്തിൽ വേണം നമുക്കിതിനെ മിക്സ് ആക്കി എടുക്കാനായിട്ട്. ഒരുപാട് ഓവർ മിക്സ് ആക്കി എടുക്കരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് സ്പോഞ്ചി ആയിട്ട് കിട്ടത്തില്ല. കേക്കിൻ്റെ ട്രേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ ട്രേ ആട്ടോ എടുത്തേക്കുന്നത്, സ്ക്വയർ ടൈപ്പ്. നിങ്ങൾക്ക് റൗണ്ട് വേണമെങ്കിൽ അങ്ങനെയാണെങ്കിലും എടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം, എല്ലാ സൈഡിലും ഒന്ന് എത്തിക്കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു കോക്കോ പൗഡറിൻ്റെ മിക്സും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ അവിടെ എവിടെയൊക്കെ ആയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ഒരു പൈപ്പിംഗ് ബാഗിനകത്താക്കി ചെറുതായിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് എടുത്താലും മതി. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, ഒരു ഡിസൈൻ നമുക്ക് കിട്ടിക്കോളും. ഇനിയും ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ രണ്ടാമത്തെ ആ ഒരു ലെയറും കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ലെയർ മാത്രമേ എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 3 ലെയറൊക്കെ ആയിട്ട് ഇത് സെറ്റ് ചെയ്തെടുക്കാം.
ഇതും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് എടുക്കണം. ഇതിൻ്റെ ഉള്ളിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനിയും ഇതിൻ്റെ മേലിലേക്ക് നമ്മൾ ബാക്കി വന്ന ആ ഒരു കോക്കോ പൗഡറിൻ്റെ മിക്സും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒന്നുകിൽ ഒരു പൈപ്പിംഗ് ബാഗിനകത്താക്കി എന്തെങ്കിലും ഡിസൈൻ ചെയ്തിട്ട് ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് റൗണ്ട് ചെയ്തെടുത്താൽ മതി. അതാകുമ്പം ഫ്ലവറിൻ്റെ ഡിസൈൻ അങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പം ജസ്റ്റ് ഇതുപോലെ ചുമ്മാ ഒഴിച്ചു കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ടൂത്ത് പിക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പം നമ്മൾ ഉള്ളിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു ബാറ്ററും കൂടെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിക്കോളും. എയർ ബബിൾസും ഉണ്ടെങ്കിൽ പോയി കിട്ടിക്കോളും. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അതാ നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇത് ബേക്കായി കിട്ടാൻ വേണ്ടി എടുത്ത സമയം ഏകദേശം 25 മിനിറ്റ് ആട്ടോ ഓവനിൽ. നമുക്കിത് ഓവനിൽ അല്ലെങ്കിൽ പോലും സ്റ്റൗവിൻ്റെ ടോപ്പിലൊക്കെ വെച്ചിട്ടും ഇത് ബേക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്കിതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മുടെ ഒരു കേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയും ഇതൊന്ന് മുറിച്ച് കാണിക്കാം ഇതിൻ്റെ ഉൾഭാഗമൊക്കെ എങ്ങനെ വന്നേക്കുന്നതെന്ന്. ഇതാ നമ്മുടെ കേക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് നമുക്ക് റെഡിയാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റും കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ഇതിൽ കൂടുതലായിട്ട് ചോക്ലേറ്റിൻ്റെ ആ ഒരു ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം രണ്ടും ഏകദേശം തുല്യ അളവിൽ തന്നെയാട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇപ്പോഴത്തെ ട്രെൻഡിങ് കേക്കുകളിൽ ഒന്നാട്ടോ ഈ ഒരു ഹോട്ട് മിൽക്ക് മാർബിൾ കേക്ക്. വളരെ ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാനായിട്ട്. ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇന്നത്തെ നമ്മുടെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.